പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ദേവ്യാനി ആണെങ്കിലും ഉറപ്പിച്ച് പറയായിരിക്കും, എനിക്ക് കരൾ തന്ന കുട്ടി എനിക്ക് എത്രയും പെട്ടെന്ന് കണ്ടേ മതിയാകും എന്ന് ഉറപ്പിച്ചൊക്കെ പറയുന്നുണ്ടാവേ. അപ്പോൾ ആദർശാണെങ്കിലും പറയും, ഇവിടെ ഇല്ലല്ലോ അമ്മേ, അതുകൊണ്ടല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയായിരിക്കും. അപ്പോൾ ദേവ്യാനി ആണെങ്കിലും ഭയങ്കര അഭിനയത്തിൽ പറയായിരിക്കും, ഓ അപ്പോൾ അവർ വന്നു കഴിഞ്ഞാൽ എനിക്ക് കാണിച്ചു തരുമല്ലോ അല്ലേ, ഞാൻ നയനെ കൊണ്ടുവന്നത് നിങ്ങൾ പറഞ്ഞിട്ടാണ്, നിങ്ങൾക്ക് വേണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഞാൻ നിങ്ങളുടെ ആഗ്രഹം സാധിച്ചു തന്നു, ഇനി എൻ്റെ ആഗ്രഹവും സാധിച്ചു തരണം. അച്ഛന് സൂക്കേട് കൂടി വരികയല്ലേ, നയന മരുന്ന് കൊടുത്താൽ മാറുമെന്നാണല്ലോ നിങ്ങളൊക്കെ പറഞ്ഞത്, അതുകൊണ്ടൊക്കെയാണ് ഞാൻ അവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഇനി അവൾ എനിക്ക് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും കാര്യം ചെയ്തു എന്ന് വെച്ചാൽ ഞാൻ അവളെ പുറത്താക്കും എന്നുള്ള രീതിക്കൊക്കെ ആയിരിക്കും ദേവ്യാനി സംസാരിക്കുന്നത്. അതായത് നയനയോട് സ്നേഹം ഇല്ല എന്നുള്ള തരത്തിൽ തന്നെ ആയിരിക്കും ദേവ്യാനി സംസാരിക്കുക. അവർക്ക് ഡൗട്ട് തോന്നാതിരിക്കാനാണ്, എല്ലാ സത്യങ്ങളും മനസ്സിലാക്കിയെന്ന് ഡൗട്ട് തോന്നാതിരിക്കാൻ വേണ്ടി മാത്രമായിരിക്കും. അപ്പോൾ എന്നിട്ട് പിന്നെ ദേവ്യാനി പോയി കഴിയുമ്പോൾ ജയനാണെങ്കിൽ ആദർശിനടുത്ത് പറയുന്നുണ്ടാവും, അമ്മ ഒന്നും മനസ്സിലാക്കിയിട്ടില്ല, നിൻ്റെ നല്ലതിന് വേണ്ടി മാത്രമാണ് ഇപ്പോൾ നയനയെ കൊണ്ടുവന്നത്, നിൻ്റെ അടുത്ത് മാത്രമേ അമ്മയ്ക്ക് സ്നേഹമുള്ളൂ. നമ്മളെല്ലാവരും വിചാരിച്ചത് അമ്മ ഇത്രയും നാൾ കരൾ തന്ന കുട്ടിയുടെ പുറകെ ആയിരുന്നു എന്നല്ലേ, പക്ഷേ അമ്മ ചിന്തിച്ചത് നിൻ്റെ സന്തോഷം മാത്രമാണ്, നിൻ്റെ ആരോഗ്യം മാത്രമാണ്. എന്നിട്ട് പിന്നെ ജയനാണെങ്കിലും പറയും, എന്തായാലും ഇനിയിപ്പോൾ അമ്മ കണ്ടുപിടിച്ചിട്ടില്ലല്ലോ, അതുകൊണ്ട് നീ ഇനി എത്രയും പെട്ടെന്ന് കരൾ ദാനം തന്ന കുട്ടിയാണെന്ന് പറഞ്ഞ് വേറൊരു കുട്ടിയെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിച്ചേ മതിയാകും എന്ന് പറയുമ്പോൾ ആദർശാണെങ്കിലും ശരി എന്നുള്ള രീതിക്ക് പറയുന്നുണ്ടാവേ. അത് കഴിഞ്ഞ് കാണിക്കുന്നത് നവ്യ എടുത്ത് നയന ചെല്ലുന്നതായിരിക്കും ചേച്ചി എന്ന് വിളിച്ചിട്ട്. അപ്പോൾ നയനയെ കാണുമ്പോൾ നവ്യ ശരിക്കും ഒന്ന് ഷോക്കാവായിരിക്കും. എന്നിട്ട് നയനയെടുത്ത് നവ്യ ചോദിക്കായിരിക്കും, നീ എപ്പോൾ വന്നു എന്ന് അന്വേഷിക്കുമ്പോൾ നയനയാണെങ്കിലും പറയും, ഞാൻ വന്നതല്ല, എന്നെ എൻ്റെ അമ്മായിമ്മ വിളിച്ചുകൊണ്ട് വന്നതാണ് ചേച്ചി എന്ന് പറയുമ്പോൾ നവ്യാണെങ്കിലും ശരിക്കും ഒന്ന് ഞെട്ടുമായിരിക്കും. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലോ, അമ്മായി നിന്നെ വിളിച്ചുകൊണ്ട് വന്നു, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ ആദർശേട്ടനും മുത്തശ്ശനും മുത്തശ്ശിക്കൊക്കെ വേണ്ടിയിട്ടാണ് അമ്മ എന്നെ വിളിച്ചുകൊണ്ട് വന്നത് എന്നൊക്കെ ഇങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ഈ സമയത്തായിരിക്കും ജലജയും അഭിയും വരുന്നത് ഇവരുടെ അടുത്തേക്ക്. എന്നിട്ട് ജലജയാണെങ്കിലും കുത്തുവാക്കുകൾ തന്നെയായിരിക്കും പറയുക, ഓ ഇനിയിപ്പോൾ അനീത്തി വന്നു എന്നുള്ള ശക്തിയായിരിക്കും നിനക്ക് അല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുമായിരിക്കും. അപ്പം നവ്യാണെങ്കിലും പറയും, ഇനി എൻ്റെ അമ്മായിമ്മ വേണം ഇവൾക്ക് വെച്ച് വെക്കാൻ, ഇനി ഇവൾ അടുക്കളയിലേക്ക് കയറുന്നൊന്നും വിചാരിക്കേണ്ട, അവൾക്ക് സുഖമില്ല, നല്ല റെസ്റ്റ് വേണ്ട സമയമാണ്. ഓ നിൻ്റെ അനീത്തിക്ക് എന്താ ഇത്ര വയ്യായിക, ഞാനേ എൻ്റെ മരുമകൾക്കാണ് ഉണ്ടാക്കുന്നത് എന്ന് വെച്ച് എല്ലാവർക്കും ഉണ്ടാക്കാനൊന്നും പറ്റില്ല, ഇവൾക്ക് വേണമെങ്കിൽ ഇവളുടെ അമ്മായിമ്മയുടെ ഉണ്ടാക്കാൻ പറ എന്ന് പറയുമ്പോൾ നവ്യാണെങ്കിലും പറയുന്നുണ്ട്, അമ്മായി വലിയൊരു സർജറി കഴിഞ്ഞ് വന്നിരിക്കുന്ന സമയമാണ്, ഈ റെസ്റ്റ് എടുക്കുന്ന സമയത്ത് ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ മൊത്തം അവിടെ ഒരു കശപിശിയായിരിക്കും നവ്യയും ജലജയും തമ്മിൽ. അത് കഴിഞ്ഞ് ദേവ്യാനി അടുക്കളയിൽ ഫുഡ് ഉണ്ടാക്കുമായിരിക്കും. ഈ സമയം ജലജയും ജാനകിയും വരുന്നുണ്ട്. എന്നിട്ട് ജാനകി ആണെങ്കിലും ചോദിക്കുന്നുണ്ട്, ഏടത്തി എന്താ ചെയ്യുന്നതെന്ന്, വയ്യാത്തതല്ലേ എന്ന് ചോദിക്കുമ്പോൾ എനിക്കിപ്പോൾ ഒരു കുഴപ്പമില്ല, ഞാൻ ഫുഡ് ഉണ്ടാക്കുകയാണ്, ഇവിടെ അച്ഛനും അമ്മയ്ക്കൊന്നും വേലക്കാരികൾ ഉണ്ടാക്കുന്ന ഫുഡൊന്നും ഒട്ടും ഇഷ്ടമല്ലായിരുന്നു, ഇനിയിപ്പോൾ എന്തായാലും ഞാനത് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു, എന്തായാലും ഞാനല്ലേ ഇവിടുത്തെ മൂത്ത മരുമകൾ, അതുകൊണ്ട് എനിക്കാവുന്നതൊക്കെ ഞാൻ ചെയ്യാം, ഇവിടെ ആണുങ്ങൾ കൂടുതലുള്ള വീടല്ലേ, അപ്പോൾ എല്ലാവരും സഹായിക്കണം എന്നുള്ളവർക്ക് സഹായിക്കുക എന്നൊക്കെ പറഞ്ഞ് ജലജയെടുത്തും ജാനകിയെടുത്തും പറയുമായിരിക്കേ. ഈ സമയമായിരിക്കും നയന വരുന്നത്. എന്നിട്ട് നയനയാണെങ്കിലും പറയും, ഞാൻ എന്തെങ്കിലും സഹായിക്കാം അമ്മേ എന്ന് പറയുമ്പോൾ ജലജയുടെയും ജാനകിയുടെയും മുമ്പിൽ വെച്ചിട്ട് തന്നെ ദേവയാനി പറയും, എനിക്ക് നീ ഉണ്ടാക്കുന്നതൊന്നും കഴിക്കാൻ തീരെ താല്പര്യമില്ല, എന്തായാലും നീ എന്നെ സഹായിക്കുകയും വേണ്ട, ഞാൻ ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞ് ഒരു ഇഷ്ടമില്ലാത്ത രീതിക്കായിരിക്കും ദേവയാനി ആണെങ്കിൽ അവരുടെ മുമ്പിൽ വെച്ച് നയനയോട് സംസാരിക്കുന്നത്. എന്നിട്ട് പിന്നെ ജലജയും ജാനകിയും പോയി കഴിയുമ്പോൾ നയനയാണെങ്കിലും പറയും, ഞാൻ എന്തെങ്കിലും സഹായിക്കാമേ എന്ന് പറയുമ്പോൾ വീണ്ടും ദേവയാനി എനിക്ക് ഇതിൻ്റെ ഒരു സഹായം വേണ്ട എന്ന് പറയും. അപ്പോൾ നയനയാണെങ്കിലും പറയാം, എനിക്ക് മനസ്സിലായി, ഞാനിനി അന്ന് പാലിൽ വിഷം കലർത്തിയത് ഞാനാണോ എന്ന് അമ്മയ്ക്ക് നല്ല സംശയമുണ്ട്, അതുകൊണ്ട് ഫുഡിൽ ഞാൻ എന്തെങ്കിലും ചെയ്യുമെന്ന് വിചാരിച്ചിട്ടല്ലേ എന്ന് ചോദിക്കുമ്പോൾ ദേവയാനി ആണെങ്കിലും എന്നാൽ പിന്നെ നീ അങ്ങനെ തന്നെ വിചാരിച്ചോ, അത് തന്നെയാണെന്ന് വിചാരിച്ചാൽ മതി എന്ന് പറയുക. അപ്പോൾ നയനയാണെങ്കിലും ഇങ്ങനെയാണെങ്കിൽ എനിക്കിവിടെ നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ഞാൻ തിരിച്ചു പൊക്കോളാം എന്ന് പറയുമ്പോൾ ദേവയാനിക്കൊന്ന് സങ്കടമാവേ. അപ്പോൾ ദേവയാനി ആണെങ്കിലും പറയും, നീ തിരിച്ചു പോകാനാണെങ്കിൽ നിന്നെ എനിക്ക് ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട ആവശ്യമില്ലല്ലോ, ആദർശാനും അതുപോലെ തന്നെ ജയേട്ടനും എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ നിന്നെ കൊണ്ടുവന്നിട്ട് നീ പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ആരായി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഓരോന്നൊക്കെ പറയും. അങ്ങനെ പിന്നെ നയനയാണെങ്കിൽ അവിടെ നിന്ന് പോവുമായിരിക്കും പണിയൊന്നും ചെയ്യാണ്ട്. അപ്പോൾ ദേവയാനി ആണെങ്കിലും മനസ്സിൽ വിചാരിക്കുകയാണ്, നിന്നെ ഞാൻ ഇനി ഒരു പണിയും ചെയ്യിപ്പിക്കില്ല, ഞാൻ തന്നെ നിനക്ക് വെച്ച് വിളമ്പിത്തരും എന്നുള്ള രീതിക്ക് ദേവയാനി ആണെങ്കിലും ഇങ്ങനെ പറയുമായിരിക്കും.
അത് കഴിഞ്ഞ് രേവതി ആണെങ്കിലും വേണുവിൻ്റെ അടുത്ത് വന്ന് പറയുന്നുണ്ട്, നയനെ വീട്ടിൽ വന്ന കാര്യമൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ വേണു ആണെങ്കിലും ഒന്ന് ഞെട്ടുന്നുണ്ടാവും. എന്നിട്ടാണെങ്കിലും അവർ തമ്മിലിങ്ങനെ ആ ഒരു കാര്യമൊക്കെ സംസാരിച്ച് കഴിയുമ്പോൾ വേണു ആണെങ്കിലും പറയുന്നുണ്ട്, എന്തായാലും അമ്മായിമ്മയും മരുമകളും ഒത്തുപോകില്ല എന്ന് ഉറപ്പാണ്, അതുകൊണ്ട് ഇതൊന്നും പേടിക്കാനില്ല. നീ നമ്മുടെ മോളോട് അവിടെ എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കാൻ പറയണം, ഇനി ഇതിൻ്റെ പേരിൽ ഇങ്ങോട്ടൊന്നും വന്നേക്കരുത് എന്ന് പ്രത്യേകം പറയണം എന്നൊക്കെ ഇങ്ങനെ പറയുമായിരിക്കും. അത് കഴിഞ്ഞ് ആദർശാണെങ്കിലും സ്വീറ്റ്സ് കൊടുക്കുമായിരിക്കും എല്ലാവർക്കും. അപ്പോൾ എല്ലാവരും ചോദിക്കുക എന്താണ് വിശേഷം, ഭാര്യയ്ക്ക് എന്തെങ്കിലും വിശേഷം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങളൊന്നും വിചാരിക്കുന്ന വിശേഷമല്ല, ഇത് വേറൊരു സന്തോഷമാണെന്ന് പറഞ്ഞിട്ടായിരിക്കും സീറ്റ്സ് കൊടുക്കുന്നത്. എന്നിട്ടാണെങ്കിലും അവിടെയുള്ള ഒരു ഡിസൈനർ പറയും, സാറിൻ്റെ ഭാര്യ നല്ലൊരു ഡിസൈനറാണ്, നമ്മുടെ ഈ അടുത്തൊന്നും ഇങ്ങനെ ഒരു ഡിസൈനർ ഉണ്ടായിട്ടേ ഇല്ല, എന്തായാലും സാറിൻ്റെ ഭാര്യ തന്നെ ഇങ്ങോട്ട് വന്ന് ഡിസൈൻ ചെയ്യട്ടെ എന്ന് തന്നെ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ ആദർശമാണെങ്കിലും അതേപ്പറ്റി ആലോചിക്കുക എന്നുള്ള രീതിക്ക് സംസാരിക്കുന്നുണ്ടാവും. ശേഷം നയനയാണെങ്കിലും ഒരു ഡിസൈൻ നോക്കിക്കൊണ്ട് നിൽക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ വിശേഷങ്ങൾ അവസാനിക്കുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ്.